വാഹനം തട്ടിക്കഴിഞ്ഞാൽ വാഹനം പലതും സംഭവിക്കാം. ചെറിയ അപകടങ്ങളും സംഭവിക്കാം, വലിയ അപകടങ്ങളും സംഭവിക്കാം. നേരെ മറിച്ച് അതൊരു ഗ്യാസ് ടാങ്കർ ആയിരുന്നെങ്കിലോ ആ പ്രദേശം മൊത്തം കത്തിപ്പോത്തില്ലായിരുന്നോ? അത് മരപ്പൊടി കൊണ്ടുവന്ന ഒരു ലോറിയാണ്. അതിന് അമിത ഭാരമൊന്നും കാണത്തില്ല. നിങ്ങളത് തൂക്കി നോക്കിക്കഴിഞ്ഞാൽ ആ വണ്ടിയുടെ കപ്പാസിറ്റിക്ക് അകത്തുള്ള തൂക്കേ അതിന് വരുത്തുള്ളൂ. ആ ലോഡ് ശകലം പൊക്കത്തിൽ നിൽക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിന് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. 30 ടണ്ണ് കപ്പാസിറ്റിയുള്ള വണ്ടിയാണെങ്കിൽ അതൊരു 25 ടണ്ണ് സാധനം ഉണ്ടാവത്തുള്ളൂ. അത് ഹൈറ്റിൽ കയറ്റുള്ളൂ. അത് വെയിറ്റ് ഇല്ലാത്ത സാധനമാണ്. അത് മരപ്പൊടിയാണ്, മരച്ചീകൾ. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അദ്ദേഹം അലക്ഷ്യമായിട്ട് ആ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ അലക്ഷ്യമായിട്ട് യൂട്ടേൺ അടിച്ച് ആ വാഹനത്തിൻ്റെ ഡിവൈഡറിൽ മുട്ടിയതിൻ്റെ പേരിലാണ് അതിൻ്റെ ഫ്രണ്ട് ടയർ പൊട്ടിയേയും ആ ഫ്രണ്ട് ടയർ പൊട്ടിയത് കൊണ്ട് വലത്തോട്ട് പിടിച്ച് വണ്ടി പോവുകയും ബാക്ക് വീല് ആ ഡിവൈഡറിൻ്റെ പുറത്ത് കയറി വണ്ടി പൊങ്ങി മറിയുകയാണ് ചെയ്തത്. അപ്പോൾ അപകട കാരണം ഉണ്ടാക്കിയത് ആ ബൊലേറോയ്ക്കകത്ത് വന്ന മനുഷ്യന്. അതാണ് ആദ്യം പറയേണ്ടത്. ലോറിക്കാരൻ വളരെ നിരപരാധിയാണ്. ലോറിക്കാരൻ്റെ തലയിലോട്ട് ഇതൊന്നും എടുത്ത് വെച്ചു കൊടുക്കാൻ നിൽക്കരുത്. ഓക്കെ.